അടുത്ത ടോപ്പിക്കാണ് വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ. എന്താണ് വാക്സിനേഷൻ അഥവാ ഇമ്മ്യൂണൈസേഷൻ? വാക്സിനേഷൻ അഥവാ ഇമ്മ്യൂണൈസേഷൻ എന്ന് നമ്മൾ കുറേ നേരമായി പറയണു. അങ്ങനെ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കാം, ഇമ്മ്യൂണിറ്റി നേടിയെടുക്കാമെന്ന് പറയാം. സോ അതിൻ്റെ പ്രിൻസിപ്പിൾ, അത് വാക്സിനേഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയാം. നമ്മുടെ ബോഡിയിൽ ഒരു വാക്സിൻ തരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്, നേടിയെടുക്കാൻ പറ്റുന്നത്, അതിൻ്റെ പ്രിൻസിപ്പിൾ കിടക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രോപ്പർട്ടി ഓഫ് മെമ്മറി ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് മെമ്മറി. സോ ആ മെമ്മറി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആണ് നമ്മുടെ വാക്സിനേഷൻ്റെ പ്രിൻസിപ്പിൾ. വാക്സിനേഷൻ അഥവാ ഇമ്മ്യൂണൈസേഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ആ മെമ്മറിയുടെ ബേസിലാണ് നമുക്ക് ഇമ്മ്യൂണൈസേഷൻ അഥവാ വാക്സിനേഷൻ തരാൻ പറ്റുന്നത്. സോ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ ബോഡിയിൽ ഒരു പെർട്ടിക്കുലർ പാത്തജൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഓർഗാനിസം, ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അത് കയറുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരായിട്ട് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ റെസ്പോൺസ് കാണിക്കും, അതിനെ പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുന്നു. രണ്ടാമതും അതേപോലത്തെ സെയിം പാത്തജൻ വീണ്ടും നമ്മുടെ ബോഡീനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് സെക്കൻഡറി റെസ്പോൺസ് ആണ്, പക്ഷേ അതിന് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. ഇതെന്തുകൊണ്ടാണ്? ആദ്യം കയറിയപ്പോൾ ഒരു ലൈറ്റ് ഇൻറ്റൻസിറ്റിയിലെ റെസ്പോൺസും രണ്ടാമത് ഇതേ പാത്തജൻ കയറിയപ്പോൾ ഭയങ്കര ഹൈ ഇൻറ്റൻസിറ്റിയോട് കൂടി റെസ്പോൺസ് കാണിക്കുന്നത്. ഇതാണ് നമ്മൾ പറയുന്ന മെമ്മറി. സോ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ വളരെ സവിശേഷമായൊരിതാണ് അതിൻ്റെ ഓർമ്മ. ഏത് പാത്തജനാണ് നമ്മുടെ ബോഡിയിൽ കയറിയതെന്ന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നല്ല ഓർമ്മയുണ്ടാവും. ആ ഓർമ്മയുടെ ബേസിലാണ് നമ്മൾ ഈ വാക്സിനേഷൻ അഥവാ ഇമ്മ്യൂണൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ പ്രോപ്പർട്ടി ഓഫ് മെമ്മറി ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. ഇനി എങ്ങനെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വാക്സിനേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിൽ ഉള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ആൻറ്റിജനിക് പ്രോട്ടീൻസ്. ഈ ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഏത് പോസിറ്റീവ് ഓർഗാനിസമാണോ അതിൻ്റെ ആൻറ്റിജനിക് പ്രോട്ടീൻസിനെ, അതായത് ഒരു ആൻറ്റിജൻ എന്ന് പറയുന്നത് എന്താ? ഒരു ഫോറിൻ പാർട്ടിക്കിൾസ്, ഒരു പോസിറ്റീവ് ഓർഗാനിസം അല്ലെങ്കിൽ ഒരു അൺനോൺ ആയിട്ടുള്ള ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം, അതിൻ്റെ ആൻറ്റിജനിക് പ്രോട്ടീൻസിനെ പ്രിപ്പയർ ചെയ്യുന്നു. സോ പ്രോട്ടീൻസ് ഓഫ് പാത്തജൻ, നമ്മൾ പറയുന്ന പോസിറ്റീവായിട്ടുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ആ പാത്തജൻ്റെ ആൻറ്റിജനിക് പ്രോട്ടീനെ പ്രിപ്പയർ ചെയ്യുന്നു. അതെങ്ങനെയാണ്? ഒന്നുകിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, അത് ഇനാക്ടിവേറ്റഡ് ആക്കാം. ആ പ്രിപ്പയർ ചെയ്ത പാത്തജനെ, ആ പാത്തജൻ്റെ ആൻറ്റിജനിക് ഫോമിനെ അല്ലെങ്കിൽ പ്രോട്ടീൻസിനെ, ആൻറ്റിജനിക് പ്രോട്ടീൻസിനെ ഇനാക്ടിവേറ്റ് ചെയ്യുക. അതായത് അതിന് വർക്ക് ചെയ്യാം, എന്നാൽ അതൊരു ഡിസീസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യില്ല. ആ തരത്തിൽ ഇനാക്ടിവേറ്റഡ് ആക്കുക. അല്ലെങ്കിൽ ആ പാത്തജനെ വീക്കൻഡ് ആക്കുക. വീക്കൻ ചെയ്യുന്നതിന് അതിൻ്റെ റെസ്പോൺസ്, അതിന് മുഴുവൻ നമ്മുടെ ബോഡിയിലൊരു ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത ലെവലിൽ, അല്ലെങ്കിൽ ഡിസീസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ, എന്നാൽ നമ്മുടെ ബോഡിയിലൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യുകയും വേണം. അതാണ് വീക്കെൻഡ് പാത്തജൻ, അതാണ് നമ്മൾ കൊടുക്കുന്ന വാക്സിൻ. സോ വാക്സിൻ എന്ന് പറഞ്ഞാൽ ഈ പാത്തജൻ അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഏജൻ്റെ വീക്കെൻഡ് ഫോം, അതിൻ്റെ എബിലിറ്റി കുറച്ചുകൊണ്ട്, അതിൻ്റെ ഇൻഫെക്ഷൻ വരുത്തി ഡിസീസ് ആക്കാനുള്ള എബിലിറ്റി കുറച്ചുകൊണ്ട്, അത് നമ്മുടെ ബോഡിയിൽ കയറി ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ട്, ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു മെമ്മറി മാത്രം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിലനിർത്തിക്കൊണ്ടാണ് വാക്സിൻസ് കൊടുക്കുന്നത് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ബോഡി. സോ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏത് ഡിസീസാണോ അതിന് കാരണക്കാരായുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പാത്തജൻ അല്ലെങ്കിൽ ഏജൻറ്റിൻ്റെ എന്ത് ഫോമാണ്? ആൻറ്റിജനിക് പ്രോട്ടീൻ. സോ ആ പാത്തജൻ്റെ ആൻറ്റിജനിക് പ്രോട്ടീൻ അതിനെ നമ്മുടെ ബോഡിയിലേക്ക് ഇനാക്ടിവേറ്റ് ചെയ്തിട്ടോ ആ പാത്തജനെ വീക്കൺ ചെയ്തിട്ടോ അതിന് നമ്മുടെ ബോഡിയിൽ ഡിസീസ് ഉണ്ടാക്കാനുള്ള എബിലിറ്റീനെ നശിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ വീക്കാക്കിക്കൊണ്ടോ നമ്മുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ നമ്മുടെ ബോഡിയിലേക്ക് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആ പാത്തജനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ആ പാത്തജൻ നമ്മുടെ ബോഡിയിൽ ആ പെർട്ടിക്കുലർ ഡിസീസ് പ്രൊഡ്യൂസ് ചെയ്യില്ല, ബട്ട് നമ്മുടെ ബോഡിയിൽ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് നമ്മുടെ ബോഡിയിൽ കയറിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രൈമറി റെസ്പോൺസ് തരുന്ന തരത്തിലുള്ള ഒരു ഓർമ്മ, മെമ്മറി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കിട്ടുന്നു. അതാണ് വാക്സിനേഷൻ്റെ എയിം. സോ ദ ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി. ഇങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് ഈ പറഞ്ഞ പാത്തജൻ്റെ അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഏജൻസിൻ്റെ, ഒരു ഡിസീസ് കോസിങ് ആയിട്ടുള്ള പാത്തജൻ്റെ അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഏജൻറ്റിൻ്റെ ഒരു ആൻറ്റിജനിക് പ്രോട്ടീനെ നമ്മുടെ ബോഡിയിലേക്ക് വീക്കൻ ആക്കിയിട്ട്, അതായത് അതിൻ്റെ കഴിവ് നശിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ചെയ്തിട്ടോ നമ്മുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും?
ആൻറ്റിബോഡീസ് ആ പെർട്ടിക്കുലർ പാത്തജൻസിൻ്റെ ആൻറ്റിജൻസിന് എഗെയിൻസ്റ്റായിട്ട് ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി എഗെയിൻസ്റ്റ് ദിസ് ആൻറ്റിജൻ. നമ്മൾ കൊടുത്ത ഈ ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ന്യൂട്രലൈസ് ദ പാത്തോജനിക് ഏജൻറ്റ്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത ഈ പാത്തോജനിക് ഏജൻസിനെ അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഏജൻറ്റിനെ ആൻറ്റിജനെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുന്നു. ആരാണ് ഇല്ലാണ്ടാക്കിയത്? നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വഴി പ്രൊഡ്യൂസ് ചെയ്ത ആൻറ്റിബോഡീസ് ഇതിനെ നശിപ്പിച്ച് കളയുന്നു. പക്ഷേ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു ഓർമ്മ കിട്ടി, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു പാത്തജൻ നമ്മുടെ ബോഡിയിൽ കയറിയിട്ടുണ്ടെന്ന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു മെമ്മറി കിട്ടി. പക്ഷേ നമ്മുടെ ബോഡിയിൽ ഡിസീസ് ഉണ്ടാവുകയും ചെയ്തില്ല. അതാണ് വാക്സിനേഷൻ്റെ ഉദ്ദേശം. സോ വാക്സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യണത്? ദേ ജനറേറ്റ് മെമ്മറി ബി ആൻഡ് ടി സെൽസ്. നമ്മുടെ ബോഡിയിലെ വാക്സിനുകൾ എന്താ ചെയ്യണേ? ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യണം. എന്തിൻ്റെയൊക്കെയാണ്? ബി സെൽസിൻ്റെയും ടി സെൽസിൻ്റെയും, അതായത് ബി ലിംഫോസൈറ്റ്സ് ആൻഡ് ടി ലിംഫോസൈറ്റ്. ബി സെൽസിൻ്റെയും ടി സെൽസിൻ്റെയും ഒരു മെമ്മറി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യണം. അതാണ് വാക്സിൻസ്. സോ വാക്സിൻ എന്താ ചെയ്യണത്? നമ്മുടെ ബോഡിയിൽ ബി ആൻഡ് ടി മെമ്മറി സെൽസാണ് പ്രൊഡ്യൂസ് ചെയ്യണം. ഒരു ഓർമ്മയാണ് ഇങ്ങനെ ഒരു പാത്തജൻ നമ്മുടെ ബോഡിയിൽ കയറിയിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് ഇനി ഇതേ പാത്തജൻ വീണ്ടും ഒരിക്കൽ കൂടി ഈ പാത്തജനോ ഈ പാത്തജൻ്റെ ഫാമിലിയിലോ ആ സ്പീഷീസിലോ പെട്ട ആരെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ബോഡിയിൽ കയറുകയാണെങ്കിൽ, സബ്സിക്വൻ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എക്സ്പോഷർ വരികയാണെങ്കിൽ, ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? മുമ്പ് ഉണ്ടായതിനേക്കാൾ പൂർവാധികം ശക്തിയോടെ കൂടുതൽ നമ്പർ ഓഫ് ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് മാസീവ് പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബോഡീസ്. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ആൻറ്റിബോഡി എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും. ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് വളരെ ലിറ്റിൽ എമൗണ്ട് ആവും, ലോ ഇൻറ്റൻസിറ്റിയിലായിരിക്കും. എന്നാൽ വീണ്ടും ഇതേ പാത്തജനോ അതിൻ്റെ സിമിലർ സ്പീഷീസോ അവരോ ആരെങ്കിലും കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ ബി സെൽസ് ആൻഡ് ടി സെൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് മനസ്സിലായിട്ടുണ്ട്, അതാ മുമ്പ് നമ്മുടെ ബോഡിയിൽ കയറിയ സെയിം പാത്തജൻ അതിൻ്റെ ഗ്രൂപ്പുകാരാണ് ഇപ്പോൾ കയറുന്നത്. സോ മുന്നത്തേക്കാളും പൂർവാധികം ശക്തിയോടെ ഇവർ നമ്മുടെ ബോഡിയിൽ നിന്ന് ഇതിനെ തുരത്തി ഓടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? വളരെയധികം വലിയൊരു എമൗണ്ട് ഓഫ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ രണ്ടാമത് കയറിയ പാത്തജനെ, സെയിം ടൈപ്പ് പാത്തജൻ രണ്ടാമത് കയറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിനെ കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ബോഡിയിൽ ആ ഒരു പെർട്ടിക്കുലർ ഡിസീസ് വരാതെ തടയുന്നു. ഇതാണ് വാക്സിനേഷൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ. സോ നമ്മുടെ ബോഡിയിൽ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ വാക്സിൻ വഴി നമ്മൾ ഇനാക്ടിവേറ്റഡ് ഫോമിലുള്ള ഏതെങ്കിലും ഒരു ഡിസീസിൻ്റെ ആൻറ്റിജനുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ആൻറ്റിജൻ്റെ പ്രോട്ടീനുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൻറ്റിജനെ ഓർത്തു വയ്ക്കുന്നു, ആ ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പോൾ ആൻറ്റിജൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു? ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പെർട്ടിക്കുലർ രോഗാണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട്, പാത്തജൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്തതും ആൻറ്റിജൻ വന്നതൊക്കെ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർഡാണ്. ഏത് മെമ്മറിയിൽ? ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ മെമ്മറിയിൽ സ്റ്റോർഡാണ്. എങ്ങനെയാണ് അവർ സ്റ്റോർ ചെയ്യണേ? അവരെന്ത് ചെയ്യുന്നു? മെമ്മറി ബി സെൽസിനെയും ടി സെൽസിനെയും ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു വട്ടം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം മെമ്മറി ബി സെൽസ് ആൻഡ് ടി സെൽസിനെ ജനറേറ്റ് ചെയ്യുന്നു, ഓർത്ത് വയ്ക്കുകയാണ്. ഇത്ര കൊല്ലം മുമ്പ്, ഇത്ര നാൾക്ക് മുമ്പ് എൻ്റെ ബോഡിയിൽ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ നടന്നിട്ടുണ്ട്, ഇങ്ങനൊരു പാത്തജൻ നമ്മുടെ ബോഡിയിൽ കയറിയിട്ടുണ്ട്. അന്ന് ചെറുതായ രീതിയിൽ മാത്രമേ അതിനെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ നമ്മുടെ മെമ്മറി ബി സെൽസ് ടി സെൽസ് ഓർത്ത് അവിടെ ജനറേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതേ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും, ഇതേ പാത്തജൻ്റെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബോഡിയിൽ വീണ്ടും നമ്മൾ ഇൻഫെക്റ്റ് ചെയ്യാനിടയായാൽ അന്ന് ക്രിയേറ്റ് ചെയ്ത ഓർമ്മയുണ്ട്. ഏത്? മെമ്മറി ബി സെൽസും ടി സെൽസും പറയും, അതാ അന്ന് വന്ന ആ പാത്തജൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ ആ പാത്തജൻ്റെ സെയിം ടൈപ്പ് ആൾക്കാരാണ് ഇപ്പോൾ വീണ്ടും നമ്മുടെ ബോഡിയിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും അവരെ ഒരിക്കലും നമ്മുടെ ബോഡിയിൽ ഒരു ഡിസീസ് ഉണ്ടാക്കാൻ അനുവദിക്കരുത്, നമുക്ക് അവരെല്ലാം തുരത്തി ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരുപാട് നമ്പർ ഓഫ് ആൻറ്റിബോഡീസ് വന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ രണ്ടാമത് സബ്സീക്വൻ്റ് ആയിട്ട് വന്ന ആൻറ്റിജനെ എല്ലാത്തിനെയും നശിപ്പിച്ച് കളയും. അങ്ങനെ നമുക്ക് ആ പെർട്ടിക്കുലർ ഡിസീസ് വരാതെ തടയാൻ പറ്റുന്നു. ഇതാണ് വാക്സിനേഷൻ്റെ പ്രിൻസിപ്പിൾ.